പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഓണപരീക്ഷയ്ക്ക് 2016 മുതൽ 23 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം: സൽത്തനത്ത് ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു അലാവുദ്ദീൻ ഖൽജിയും മുഹമ്മദ് ബിൻ തുഗ്ലക്കും. രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ അലാവുദ്ദീൻ ഖിൽജി നടത്തിയ പരിശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റാൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? സൽത്തനത്ത് കാലത്ത് ഡൽഹി ഭരിച്ച രാജവംശങ്ങളുടെ ഭരണക്രമം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ആവർത്തിച്ച് കൂട്ടുകാർ ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിച്ച് പഠിക്കുക. അടുത്ത ചോദ്യം: മധ്യകാല ഇന്ത്യയിൽ സാമൂഹിക അസമത്വം നിലനിന്നിരുന്നു, എന്നാൽ വിജ്ഞാന രംഗത്ത് പുരോഗതി ഉണ്ടായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. മധ്യകാല ഇന്ത്യയിലെ വിദ്യാകേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ബനാറസ് ആണോ, ആഗ്രയാണോ, മഹാബലിപുരമാണോ, കാഞ്ചിയാണോ? അടുത്ത ചോദ്യം നോക്കുക. ഹരിത കേരളം കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിച്ചു. പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. കാർഷിക മേഖലയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമം വിജയത്തിലേക്ക്. കേരളത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താം? കുട്ടികൾ എന്ന നിലയിൽ സ്കൂളിൽ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളാണ്, ആശയങ്ങളാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ഏതൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും? കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ നടപ്പിലാക്കി വരുന്ന ഏതെങ്കിലും 2 പദ്ധതികളുടെ പേരെഴുതുക. അടുത്ത ചോദ്യം: ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങളാണ് ഉൾപ്പെടുക? ഏതൊക്കെയാണ്? ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിൽ സംഘാടകന്റെ ചുമതല പരമപ്രധാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സേവന മേഖലയിൽ ഉൾപ്പെടാത്തത് ആരാണ്? കർഷകൻ അല്ലേ? കർഷകൻ പ്രൈമറി സെക്ടറിൽ വരുന്ന ആളാണ്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമാണ്. മറാത്തയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ തന്നിട്ടുണ്ട്. നർമ്മദ താപ്തി നദിയുണ്ട്, വിന്ധ്യ സത്പുര പർവ്വതനിരകൾ, നീളമേറിയ കടൽ തീരമുണ്ട്. അതുപോലെ ഡൽഹിയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. യമുന നദി, സിന്ധു ഗംഗ സമതലം, ആരവല്ലി പർവ്വതനിരകൾ. ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഡൽഹി, മറാത്ത എന്നീ പ്രദേശങ്ങളുടെ വളർച്ചയെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് വിശദമാക്കുക. അടുത്തത്: ചോളന്മാരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള കാരണം എന്ത്? ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ശക്തമായ കരസേന ഉണ്ടായിരുന്നു. മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ ചോളരാജ്യത്തിൻ്റെ അയൽരാജ്യങ്ങളായിരുന്നു. ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു. ഇതിലേതാണ് വരിക? മധ്യകാല ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് സഞ്ചാരക്കുറിപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. മധ്യകാല ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ ജാതി, ഉദ്യോഗം, സമ്പത്ത് ഇവയുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ടവർണിയരുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മുഗൾ ഭരണകാലത്തെയും ഇന്നത്തെയും സാമൂഹിക ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ പത്രവാർത്തയിലെ പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. നിക്കോളോ കോണ്ടി ഏത് രാജ്യക്കാരനായിരുന്നു? മൊറോക്കോയിൽ നിന്നുള്ള ഏത് സഞ്ചാരിയാണ് നമ്മൾ പഠിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ? മധ്യകാല ഇന്ത്യയിൽ ഉൽപാദന കേന്ദ്രങ്ങളെയും കമ്പോളങ്ങളെയും കേന്ദ്രീകരിച്ച് ധാരാളം നഗരങ്ങൾ വളർന്നു വന്നു. മധ്യകാലത്തെ തൊഴിൽ കേന്ദ്രങ്ങളായ കാർഖാനകളിലെ 2 തൊഴിൽ കൂട്ടങ്ങളുടെ പേരെഴുതാനാണ് ചോദ്യം. തന്നിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖയിൽ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായ മധുര, കൊല്ലം,
അഹമ്മദാബാദ്, ആഗ്ര എന്നിവ അടയാളപ്പെടുത്തുക. ഇനി സൽത്തനത്ത് ഭരണത്തെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യമാണ്. സൽത്തനത്ത് ഭരണത്തെ തുടർന്ന് ഇന്ത്യയിലെ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ ബാബറുടെ സൈന്യത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം. ബി ചോദ്യം, മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കാൻ അക്ബർ ചക്രവർത്തി സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? സി ചോദ്യം, ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക്, അതായത് ഇപ്പോഴത്തെ ദൗലത്താബാദ് മാറ്റിയ തുഗ്ലക് ഭരണാധികാരി ആരായിരുന്നു? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, 17-ാം നൂറ്റാണ്ടിൽ മറാത്തകൾ ഇന്ത്യയിലെ പ്രബല ശക്തികളായി മാറി. മറാത്തകളുടെ വളർച്ചയ്ക്ക് കാരണമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എഴുതുക. ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ചോദ്യത്തിൽ മറാത്തയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത രാജാവ് ആരായിരുന്നു? മറാത്ത സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? വിജ്ഞാന സമ്പാദനത്തിനായി ഇന്ന് ഇന്ത്യയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ മധ്യകാല ഇന്ത്യയിൽ ഇതായിരുന്നില്ല സ്ഥിതി. മധ്യകാല ഇന്ത്യയിലെ വിജ്ഞാന പുരോഗതിയെ വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. മധ്യകാല ഇന്ത്യയിലെ വിദ്യാലയങ്ങൾ, യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. പ്രശസ്ത കവിയായ അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളിൽ വിജ്ഞാന രംഗത്ത് മധ്യകാല ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തെല്ലാം? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളായ ഇബ്നു ബത്തൂത്തയും റാൽഫ് ഫിച്ചും ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരുടെ യാത്രാ വിവരണങ്ങളിൽ നിന്നും അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന മധ്യകാല ഇന്ത്യയുടെ ഭൂപടത്തിൽ ധാക്ക, കാഞ്ചീപുരം, മഥുര, സൂറത്ത് എന്നീ നഗരങ്ങൾ രേഖപ്പെടുത്തുക. മാപ്പ് തന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. ധാക്ക, കാഞ്ചീപുരം, മഥുര, സൂറത്ത് എന്നീ നഗരങ്ങൾ എവിടെയാണ് എന്ന് നോക്കി വെക്കുക. മറ്റൊരു പത്രവാർത്തയാണ് നൽകിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ലോറി സമരം, കേരളത്തിൽ പച്ചക്കറിക്ക് തീവില. തമിഴ്നാട്ടിലെ ലോറി സമരവും കേരളത്തിലെ പച്ചക്കറി വില വർധനവും തമ്മിൽ എന്താണ് ബന്ധം? ബി ചോദ്യം, കേരളത്തിന് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായകരമായ 2 മാർഗങ്ങൾ എഴുതുക. സി, കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യമായ ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, പാടത്തും പറമ്പിലും അധ്വാനിച്ചവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. എന്നാൽ പുതുതലമുറയുടെ ജീവിതശൈലി തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ പുതുതലമുറയുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? വീടുകളിലെ മാലിന്യ സംസ്കരണത്തിന് 2 മാർഗം നിർദ്ദേശിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. തീരപ്രദേശത്തെ പ്രധാന വിളകൾ ഏതെല്ലാമാണ്? ഈ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. തീരപ്രദേശ മേഖലകളിലെ കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. എന്തായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ? അടുത്ത ചോദ്യം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപാദനത്തെയും ഉൽപ്പന്നത്തെയും നിർവചിക്കുക. എന്താണ് ഉൽപാദനം, എന്താണ് ഉൽപ്പന്നം? നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകത്തിലെ ഉൽപാദനത്തിലെ ഏതെങ്കിലും 2 ഘട്ടങ്ങൾ എഴുതാനുള്ള ഒരു ചോദ്യമുണ്ട്. ഡൽഹി കേന്ദ്രമാക്കി നിരവധി ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നതായി നമ്മൾ പഠിച്ചു. 17-ാം നൂറ്റാണ്ടിൽ പൂനെ ആസ്ഥാനമാക്കി മറാത്ത രാജ്യം ശക്തി പ്രാപിച്ചു. ഈ 2 പ്രദേശങ്ങളെ ഭരണകേന്ദ്രങ്ങളായി തെരഞ്ഞെടുത്തതിനെ സ്വാധീനിച്ച കാര്യങ്ങളിൽ ചില സമാനതകൾ കാണാവുന്നതാണ്. ഈ പ്രദേശങ്ങളിലെ ഭൂമിശാസ്ത്രപരമായ സമാനതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? വൺ വേർഡ് ക്വസ്റ്റ്യൻ. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ആരുടെ ഭരണകാലത്തായിരുന്നു? മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി അധികാരം സ്ഥാപിച്ച പ്രബലരായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് വിജയനഗരം. അബ്ദുർ റസാഖിൻ്റെ ഒരു കുറിപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുർ റസാഖിൻ്റെ വിവരണത്തിലെ ഒരു ഭാഗമാണിത്. ഇതിൽ നിന്നും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താനാകും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ ആരെല്ലാമായിരുന്നു? മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മധ്യകാലഘട്ടങ്ങളിൽ ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന നടപടികൾ ഏതെല്ലാം?
വിദേശ സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് മുഗൾ ഭരണകാലഘട്ടത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. താഴെ പറയുന്നവരിൽ മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരാണ്? സഞ്ചാരികളും അവരുടെ രാജ്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മുഗൾ ഭരണകാലത്തെ ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് മറ്റൊരു ചോദ്യം. കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നതോടെ മലയാളികളുടെ ജീവിതശൈലിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായി. കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു പഴഞ്ചൊല്ല് കുറിക്കാനാണ്. കാർഷിക സംസ്കാരത്തിൽ നിന്നുള്ള മാറ്റം കേരളത്തിൽ സാമൂഹിക ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? കുറിപ്പ് തയ്യാറാക്കുക. ഡൽഹി തലസ്ഥാനമാക്കി ഉയർന്നു വന്ന സൽത്തനത്ത് മുഗൾ രാജവംശങ്ങളുടെ വളർച്ചയും വ്യാപനവും വിശകലനം ചെയ്യുന്നു. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഇതിനെ വിശകലനം ചെയ്യാനാണ്. അക്ബർ വലിയ ഒരു സൈന്യത്തെ രൂപീകരിച്ചു. ഓരോ ഉദ്യോഗസ്ഥനും തന്റെ കീഴിൽ നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്തി. മൻസബ്ദാരി സമ്പ്രദായം. രജപുത്രന്മാർക്ക് ഭരണത്തിൽ പ്രധാന പദവികൾ നൽകി. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മധ്യകാല ഇന്ത്യയിൽ നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടാനെത്തി. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മഥുര, ഡൽഹി എന്നീ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമാണ്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകളാണ് അക്കാലത്ത് പുരോഗതി നേടിയിരുന്നത്. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മഥുര തുടങ്ങിയവയാണ് നഗരങ്ങൾ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. കേരളം ഇന്ന് ഭക്ഷ്യവസ്തുക്കൾക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. കേരളത്തിന് ആവശ്യമായ പച്ചക്കറി കൂടുതലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുക എന്നതും, അതുപോലെ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ വിദ്യാലയ പരിസരത്ത് തന്നെ കൃഷി ചെയ്തുണ്ടാക്കുക, തരിശു നിലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുക, കാർഷിക വിളകൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്തുക. സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖല ഫലഭൂയിഷ്ടമായതിനാൽ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ആരവല്ലി പർവ്വതനിര ശത്രുക്കളുടെ ആക്രമണത്തെ തടയാൻ സഹായിച്ചു. ഈ മേഖലയിലെ കല്ലുകൾ കോട്ട നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനും ഉപയോഗിച്ചു. യമുനാ നദി ജലഗതാഗതത്തെയും ജലവിതരണത്തെയും സഹായിച്ചു. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. എന്താണ് കാർഖാനകൾ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ഉൽപാദനത്തിന് വേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. സൽത്തനത്ത് കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന രാജവംശങ്ങൾ കണ്ടെത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തെ നിർവചിക്കാനുള്ള ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചിരുന്നു. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ ഉൽപാദനം നടക്കുകയുള്ളൂ. ഒരു ഉൽപാദന ഘടകത്തിന്റെ ചില സവിശേഷതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ഏത് ഉൽപാദന ഘടകമാണെന്ന് കണ്ടെത്തുക. മനുഷ്യനിർമ്മിതമാണ്. ആവശ്യാനുസരണം ലഭ്യത വർദ്ധിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയെ കായിക അധ്വാനം കൂടുതൽ വേണ്ടത്, മാനസിക അധ്വാനം കൂടുതൽ വേണ്ടത് എന്നിങ്ങനെ വേർതിരിക്കുക. കയർ പിരിക്കൽ, ബാങ്കിംഗ്, മത്സ്യബന്ധനം, അധ്യാപനം. കേരളത്തിലെ ഒരു ഭൂവിഭാഗത്തിന്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 7.5 മീറ്ററിൽ താഴെ. പ്രധാന വിളകൾ നെല്ല്, തെങ്ങ്, വാഴ, കമുക്. ഈ ഭൂവിഭാഗം ഏതാണ്? ദില്ലി ആസ്ഥാനമാക്കി CE 1206 മുതൽ CE 1526 വരെ സുൽത്താൻമാരും അതിനുശേഷം മുഗളന്മാരും ഇന്ത്യയിൽ ഭരണം നടത്തി. അനുയോജ്യമായത് ചേർത്തെഴുതുക. 1206 ദേവഗിരി, യമുന. ദില്ലിക കുത്ബുദ്ദീൻ ഐബക്ക്, മുഹമ്മദ് ബിൻ തുഗ്ലക്. തലസ്ഥാന മാറ്റം
ഡൽഹി മംലൂക്ക് വംശം. മൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ച ഭരണാധികാരി ആരായിരുന്നു? എന്തായിരുന്നു ഇതിൻ്റെ സവിശേഷത? അടുത്തൊരു ചോദ്യം. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം മുതലായ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നു. കാർഷിക സംസ്കാരത്തിൽ നിന്നും മാറിയ മലയാളിയുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? വീടുകളിലെ മാലിന്യ സംസ്കരണത്തിനായി നിങ്ങൾക്ക് നൽകാവുന്ന 2 നിർദ്ദേശങ്ങൾ എഴുതുക. താങ്ക് യു ഓൾ. ചോദ്യങ്ങളും ഉത്തരങ്ങളും വീണ്ടും വീണ്ടും വായിച്ച് ആവർത്തിച്ച് പഠിച്ച് എഴുതി നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.